ലെബനാനെ മാറ്റരുതെന്ന പ്രധാനമന്ത്രി നവാബ് സലാമിന്റെ ആ പ്രതികരണത്തിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് നാസർ? വിനീഷ, കഴിഞ്ഞ ദിവസം അമേരിക്ക മുൻകൈയെടുത്തുകൊണ്ട് 4ാം വട്ട ചർച്ച വാഷിംഗ്ടണിൽ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് ലെബനാനും ഇസ്രായേലും നീങ്ങുന്ന ഒരു തീരുമാനമുണ്ടായത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ വെടിനിർത്തൽ ഫലപ്രദമായിട്ട് കൊണ്ടുവരാനോ അത് സൈന്യത്തിന് നൽകാൻ പോലും ഇതുവരെ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. കാരണം ഇസ്രായേൽ നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്നത് ഈ വെടിനിർത്തൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഡീലിലേക്ക് എത്തും. ആ ഡീലിനെ അട്ടിമറിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പം സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നിരുന്നു ഇസ്രായേലിൽ. പക്ഷെ ആ യോഗത്തിൽ പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം സൈന്യത്തിലേക്ക് ഈ ഒരു വെടിനിർത്തലിന്റെ നിർദ്ദേശം പോലും നൽകാൻ നെതന്യാഹു സർക്കാർ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടം ആ അർത്ഥത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നീക്കം നടത്തുന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലെബനാനിൽ ഒരു പൂർണ്ണ യുദ്ധവിരാമം വരുത്തുക എന്നത് അമേരിക്കൻ പ്രസിഡന്റോ അമേരിക്കൻ ഭരണ നേതൃത്വമോ താല്പര്യമെടുക്കുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടത്. കാരണം നബാത്തിയ ഉൾപ്പെടെയുള്ള വിവിധ ലെബനാൻ പ്രദേശങ്ങളിൽ ഇന്നും ഈ രാത്രിയിലും ആക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമം വരികയാണെങ്കിൽ മാത്രമേ അത്തരമൊരു കാര്യം ചർച്ച ചെയ്യാൻ തങ്ങൾ ഒരുക്കമുള്ളൂ. അതല്ല വടക്കൻ ഇസ്രായേൽ അല്ലെങ്കിൽ തെക്കൻ ഇസ്രായേൽ എന്ന് വേർതിരിച്ചുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകരുത്. ലെബനാന്റെ കാര്യത്തിലും അത് തന്നെയാണ്. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ഒരു അധിനിവേശത്തിനെതിരെ തുടരുമെന്നാണ് ഹിസ്ബുല്ല നേതൃത്വവും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലെബനാനിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ചർച്ച ശുഭകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് ഇറാൻ ചർച്ചയും എത്തുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ നേതൃത്വവും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അമേരിക്കയാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ വെടിനിർത്തൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ അമേരിക്കൻ നേതൃത്വം ഇടപെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സമാധാന പ്രതീക്ഷകൾക്ക് കൂടുതൽ തിരിച്ചടിയായിരിക്കും ഏൽക്കുന്നത്. ഓരോ നേരത്ത് ഓരോന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഈ വെനസ്വേല പോലെയല്ല ഇറാൻ എന്ന തിരിച്ചറിവിന് ശേഷം ഇനി എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിനിഷ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് US ജനപ്രതിനിധി സഭയിൽ യുദ്ധ അധികാര പ്രമേയം പാസാക്കപ്പെടുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥ എന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തു എന്നതാണ്. ഡെമോക്രാറ്റുകൾക്കൊപ്പം പരസ്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ട്രംപിന്റെ തന്നെ പാർട്ടിയിലെ പ്രതിനിധികൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജനതയിൽ ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ വികാരം ശക്തമാണ്. കാരണം ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം, ഇന്ധന മേഖലയിലെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി, ഇതൊക്കെ അമേരിക്കൻ ജനതയെയും വലിയ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാനുമായിട്ട് ഇനിയൊരു യുദ്ധം വേണ്ടതില്ല, യുദ്ധത്തിൽ നിന്ന് അടിയന്തരമായി തന്നെ പിൻവാങ്ങണം എന്ന ഒരു വികാരമാണ് ഈ പ്രമേയം പാസ്സായതിലൂടെ 208-നെതിരെ 215 വോട്ടുകൾക്കാണ് ആ പ്രമേയം പാസ്സായിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഏതൊരു നീക്കവും ട്രംപിന് നടത്തണമെങ്കിൽ ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയണം. പക്ഷേ സൈനികമായിട്ട് അത്തരമൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ കരയുദ്ധം ആവശ്യമായി വരും. ആ കരയുദ്ധം വരികയാണെങ്കിൽ തിരിച്ചടി ഒരു പക്ഷേ ഭയാനകമായിരിക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി പോലും കൈമാറിയിരിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര ദീർഘകാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള സൈനികമായിട്ടുള്ള സൈനികരുടെ 8 മുതൽ 12 ലക്ഷം വരെ സൈനികർ ഇപ്പോൾ ഇറാന്റെ പക്കലുണ്ട്. മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല ഒരു യുദ്ധമാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കക്ക് ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവർ തിരിച്ചടി നേരിട്ടുകൊണ്ട് പിൻവാങ്ങും എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയിൽ പോലും തങ്ങളുടെ ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഇറാൻ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിച്ചുകൊണ്ടുള്ള ഒരു പിന്മാറ്റം അതാണ് ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനോടും അമേരിക്കൻ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്ന അതാണ്. പരമാവധി വിട്ടുവീഴ്ചകൾ തങ്ങൾ ചെയ്യും. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും കുറെ കൂടി ഈ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ നൽകുകയാണെങ്കിൽ തങ്ങളൊരു പിന്മാറ്റത്തിന് തയ്യാറാണെന്ന് അമേരിക്കൻ നേതൃത്വം പാകിസ്ഥാൻ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ വാക്കുകളാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന അമേരിക്കക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ചർച്ചകൾ അനിശ്ചിതമായി തന്നെ നീളും എന്ന കാര്യം ഉറപ്പാണ്. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.